ആവേശത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് പൊന്മാൻ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ പടത്തിന്റെ ഭാഗവും പറ്റിയത്. ഒരു കൊല്ലത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് GR ചേട്ടൻ നാലഞ്ച് ചെറുപ്പക്കാരുടെ നോവൽ എഴുതുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിഷേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ പൊന്മാൻ. അപ്പൊ അത് ഒരു നോവല് സിനിമയാക്കുന്നത് ചിലപ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ പറ്റി നല്ല രീതിയിൽ അഭിപ്രായം കേൾക്കുന്നു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ പടത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും കണക്ട് ആവും. ഇപ്പൊ അതിൽ അമ്മമാർക്കും പെക്കന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഭയങ്കര രീതിയിൽ കണക്ട് ആവുന്നു. ഫാമിലി ഓഡിയൻസിന് എല്ലാ രീതിയിലും ഇമോഷണലായിട്ട് കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കാണാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പൊന്മാന്റെ കഥ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവൽ അതിനുശേഷം വായിക്കുമ്പോഴോ ഉണ്ടായിരുന്ന അതേ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് ഇപ്പോൾ സിനിമ റിലീസായിട്ടും ഇവിടെ പ്രസ് മീറ്റിൽ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും എനിക്ക് അതേ എക്സൈറ്റ്മെന്റ് തന്നെയാണ്. സിനിമ അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങളോട് എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. സിനിമ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. വളരെ കുറെ കാലത്തിന് ശേഷം നല്ല ലൈഫുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പൊന്മാൻ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇവരെല്ലാവരും സംസാരിച്ച പോലെ ഇത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എല്ലാവർക്കും പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇത് പൊന്ന് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലീസിന്. അപ്പൊ അവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ പറ്റി. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫാമിലീസിലും ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടതിന് ശേഷം ഈ നാലഞ്ച് ചെറുപ്പക്കാർ പറഞ്ഞ നോവല് പിന്നെ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഫേസ് ആയിരിക്കും അവർക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു. അതും ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. ശരിയല്ലേ? പുതിയ പതിപ്പിന്റെ കവറിൽ ഫോട്ടോ സൈഡിൽ ഞങ്ങളുടെ ഇവിടെ വെക്കായിരുന്നു. നിങ്ങളോട് പറഞ്ഞ സമയത്ത് ഒരു കുട്ടിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കേൾക്കുന്നു. ആ സമയത്തൊന്നും കയറാൻ പറ്റുന്നില്ല, ഫ്ലോറിലേക്ക് കയറാൻ പറ്റില്ല. 9:30 ഷോയ്ക്ക് കയറാം. പക്ഷെ ഞാൻ കണ്ട ഏറ്റവും കൂൾ മാനായിട്ട് നിങ്ങൾ അവിടെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണ്. കാരണം ഫസ്റ്റ് ഷോ പടം കാണാൻ പോകണം പറഞ്ഞു വെച്ചാൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് അവിടെ ഒരു പെട്ടെന്ന് ഞെട്ടിക്കുന്ന വാർത്തകൾ കയറാൻ പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ബേസിൽ ദിവസം നിങ്ങൾ കൂൾ മാനായിട്ട് ജീവിതത്തിൽ സ്വീകരിക്കുന്നതാണ്. ഒരു പടം റിലീസ് ആവുന്ന ദിവസം നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് പോകണം, ഇവിടെ ഗസ്റ്റ് ആയിട്ട് കയറാൻ പറ്റില്ല. നോ ടെൻഷൻ. സിനിമയെ കുറിച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സിനിമ കാണാൻ പോകുന്നതിന്റെ ടെൻഷൻ എന്തായാലും ഉണ്ട്. അല്ലാതെ പ്രോഗ്രാം, നിങ്ങളുടെ പ്രോഗ്രാം എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ടാവുമല്ലോ. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് കൊടുക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ കയറി വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ജീവിതത്തിൽ കൂളാണ്, മാക്സിമം കൂളായിട്ടിരിക്കാനാണ് നോക്കുന്നത്. എന്നാലും ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ വാച്ചൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, കുറച്ച് തീവ്രത്തെടുക്കും, ഒരു സൂര്യന്റെ മുമ്പിൽ പോയി കുറച്ച് ശ്വാസം അകത്തോട്ട് വെച്ച് പുറത്തോട്ട് വിടും, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന നോട്ടിഫിക്കേഷൻ വരും ഇടയ്ക്കിടയ്ക്ക്. സ്ട്രെസ്സിനൊന്നും ഒരു കുറവുമില്ല. ഇതിങ്ങനെയൊക്കെ പോകുന്നു.